നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസു ദഅവത്തിൻ മുസ്തജാബ. സഹാബ, മൂന്ന് പ്രാർത്ഥനകൾക്ക് ഇജാബത്താണ്, ഉത്തരമാണ് സഹാബ. ദഅവത്തുൽ വാലിദി അലൽ വലദി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ എതിരായിട്ടാകട്ടെ അനുകൂലമാകട്ടെ അത് ഇജാബത്താണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മാതാപിതാക്കൾ കരമുയർത്തി ദുആയിരുന്നു, ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അത് വാങ്ങിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമല്ലേ ഈ ലോകത്ത് മുഴുവനും ആത്മീയമാകുന്ന പ്രഘോഷണം നൽകിയത്. കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയായിരുന്നു സയ്യിദുനാ ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട ബന്ധം അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന സമുന്നതമാകുന്ന ഗ്രന്ഥശേഖരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ക്രോഡീകരണം നടത്താൻ സഹായകമാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് അതിന് സഹായകമായത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പ്രയത്നമാണ്, ദുആആണ്. പഠിക്കണം. അതുപോലെ എത്രയോ മഹാന്മാർ, അതിലൊരൊറ്റ ഉദാഹരണം പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ഉന്നതിയിലേക്ക് എത്തണോ മാതാപിതാക്കളുടെ ദുആ നിസ്സാരമായി കാണരുതേ. അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ മകനെ നൽകണേ അല്ലാഹ്. സ്ഥിരം ദുആ ഇരക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ദുആ ചെയ്യാതെ രക്ഷയില്ല. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. പ്രായാധിക്യ സമയത്ത് പോലും മക്കളില്ലാതെ വിഷമിച്ചപ്പോഴും സക്കരിയ നബി പടച്ചറബിനോട് ദുആ ചെയ്യുകയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ എനിക്ക് പരിശുദ്ധനായ സാലിഹായ ഒരു മകനെ നീ എനിക്ക് സന്താനമായി നൽകണേ അല്ലാഹ്. ആര് ദുആ ചെയ്തു? സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. ഖുർആനാണ് ഈ പറഞ്ഞത്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ദുർരിയതൻ ത്വയ്യിബതൻ, നല്ല പരിശുദ്ധനായ സ്വാലിഹായ കുട്ടിയെ താ. അതേ കിട്ടിയിട്ട് നേട്ടമുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത കൊടുക്കുകയാണ്. ഫനാദതുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറാ ونبيا من الصالحين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് മുഖേന അറിയിക്കുകയാണ്, അല്ലയോ സക്കരിയ, നിനക്കിതാ യഹ്യ എന്ന ഒരു പൊന്നുമോനെ നാം നൽകി സന്തോഷ വാർത്ത നൽകുകയാണ്. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹവും സാലിഹായ മനുഷ്യനാണ് കേട്ടോ, അദ്ദേഹവും സാലിഹായ വ്യക്തിയാണ് കേട്ടോ. ആര്? ബഹുമാനപ്പെട്ടതാകുന്ന യഹ്യ നബി അലൈഹിസ്സലാം. അള്ളാണ് പേര് വെച്ചു കൊടുക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം സാലിഹായ കുട്ടിയെ താതാന്ന് ചോദിച്ചപ്പോ സാലിഹായ ഒരു മകനെ കൊടുത്തു, യഹ്യ എന്നൊരു മകനെ കൊടുത്തു. ഇത് ഖുർആനാണ്. നമ്മളിപ്പോ എത്ര ആയത്തുകൾ ഓതി ഒക്കെ ഖുർആനുമായി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. അപ്പൊ ചുരുക്കത്തിൽ എല്ലാ അമ്പിയാക്കളും സ്വാലിഹീങ്ങളാണ്. ആ അമ്പിയാക്കളെല്ലാം റബ്ബിനോട് ദുആ ചെയ്തത് സ്വാലിഹായ സന്താനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അവരൊക്കെ തന്നെ മരിക്കുന്നതിന് മുമ്പ് ദുആ ചെയ്ത് പടച്ച റബ്ബേ എന്നെ സ്വാലിഹാക്കി താ അല്ലാഹ് എന്നാണ്. ഒക്കെ അമ്പിയാക്കൾ എല്ലാവരും ഖുർആൻ എടുത്ത് പരിശോധിക്കും നിങ്ങൾ.
രണ്ടായത്തുകൂടി ഓതിയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മുടെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണേ. അല്ലാഹ് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മജ്ലിസായി മജ്ലിസിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് ശരിക്കും ശ്രദ്ധിക്കുക. വേഗം നിർത്താം. പറഞ്ഞിരുന്നാലും തീരൂല. അതുപോലെ ആയത്തോ ദിവസമൊക്കെ ഉണ്ട്, വിഷയങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നിർത്താം. 10 മിനിറ്റും കൂടി ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ, സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, ഈ ലോകത്ത് വിട പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം നിരന്തരമായി പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹ് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ആരാ ആരക്കുന്നത്? സയ്യിദുനാ യൂസുഫ്. അൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ശഫീഉനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞതാണ്, പുകഴ്ത്തി പറഞ്ഞു. എന്ത്? അൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം. മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒക്കെ മാന്യന്മാരാണ്. അൽ കരീമാണ്, ഇബ്നുൽ കരീമാണ്. ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകനാണ് യാക്കൂബ്, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് നബി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. യൂസുഫ് നബി നിസ്സാരനല്ല. സൂറത്ത് യൂസുഫ് നമ്മൾ പഠിക്കണം. ഒരിക്കലും മുത്തുനബിയോട് ചോദിച്ചു, അയ്യു ഖിസ്സത്തിൻ അഅജബു ഖസസിൽ ഖുർആൻ, ഖുർആനിന്റെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ്? ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മറുപടി നൽകിയത് ഖിസ്സത്ത് യൂസുഫ, യൂസുഫ് നബിയുടെ ചരിത്രം പഠിക്കണേ ഹബീബ് റസൂലുള്ളാഹി. ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രം. ഖുർആനിൽ 100% മനോഹരമായ ചരിത്രങ്ങളാണ്. നേരത്തെ നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു, പക്ഷികളുമായി ബന്ധപ്പെട്ട ചരിത്രം. ഇതേപോലെ ധാരാളം ചരിത്രങ്ങൾ കാണാം. 100% അഖ്ബാറുകളാണ്, ചരിത്രങ്ങളാണ്. 10% അഹ്കാമുകളുള്ളൂ. നിസ്കരിക്കൻ, നോമ്പ് പിടിക്കൻ, സകാത്ത് കൊടുക്കൻ, കള്ളു കുടിക്കരുത്, വിചരിക്കരുത് എന്ന് തുടങ്ങിയ കൽപ്പന നിരോധന ക്രിയകൾ 10%. 90% നല്ല നല്ല ചരിത്രങ്ങളാണ്. പഠിക്കണം നമ്മൾ. ആ യൂസുഫ് നബിയുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് യൂസുഫ് നബി അവസാനമായി ദുആ ചെയ്തത് സൂറത്ത് യൂസുഫിൽ കാണാം. എന്താണത്? അല്ലാഹുവേ, എനിക്ക് നീ രാജാധികാരം നൽകി, ഈജിപ്തിന്റെ മന്ത്രിപദം എന്റെ കൈകളിലേക്ക് വെച്ച് നൽകി. പടച്ച റബ്ബേ, എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ നീ പഠിപ്പിച്ചു നൽകി. ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചതാകുന്ന അല്ലാഹുവേ, നീയാണ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹായി. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എനിക്ക് വേണ്ടുന്നത് എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. ആരാ ദുആ രക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ യൂസുഫ് നബി സാലിഹാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ യൂസുഫ് നബി തന്നെ പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ, എന്നെ നീ സാലിഹീങ്ങളോടൊപ്പം ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്തേ കാരണം? സാലിഹീങ്ങളോടൊപ്പം ചേരുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ചോദിക്കുന്നത് ഒരു പ്രവാചകനാണെന്ന് ഓർക്കണം. തീർന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് ഖുർആൻ, رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي
وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അല്ലാഹുവേ, എനിക്കും എൻ്റെ പൂർവ്വസൂരികൾക്കും നീ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനുള്ള അവസരം നീ നൽകണേ അല്ലാ. തീർന്നില്ല. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. നിന്റെ കാരുണ്യ കടാശം കൊണ്ട് എന്നെ സാലിഹീങ്ങളോടൊപ്പം എന്നെ ചേർക്കണേ അല്ലാ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ ആയിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്നതാകുന്ന പ്രവാചകനായിട്ട് പോലും ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, എനിക്കിതൊന്നുമല്ല വേണ്ടത്, എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. അതാണ് എനിക്ക് വേണ്ടത്. സാലിഹീങ്ങളോടൊപ്പം ചേരുക വലിയ കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇബാദത്തെടുക്കുന്നത്. അപ്പൊ സാലിഹാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഒന്നാമതായി ശരിക്ക് ദുആ ഇരക്കണം. നമ്മുടെ മക്കള് സാലിഹാവാൻ, നമ്മുടെ ഭാര്യ സാലിഹാകാൻ, നമ്മളും സാലിഹീങ്ങൾ ഉൾപ്പെടാൻ നമ്മൾ ദുആ ചെയ്യണം. ദുആ മാത്രം പോരാ, എന്തുകൂടി വേണം? കർമ്മം കൂടി വേണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ അമലുകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ആത്മീയ മജ്‌ലിസുകളൊക്കെ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. അല്ലാതെ ദുആ ഇരുന്നുകൊണ്ട് മാത്രം കൊണ്ട് കാര്യമില്ല. സാലിഹാകണേ ദുആയിരുന്നു കാര്യമില്ല. എന്തുകൂടി വേണം? കർമ്മം കൂടി വേണം. കർമ്മം കൂടി നന്നാവണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഖുർആനാണ്, ഇതിൽ വേറൊന്നുമില്ല. നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ ولا يشرك بعبادة ربه أحدا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടോ? ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളെയും കണ്ടവരല്ലേ? ഈ ഭൂമിയിലുള്ള ഹരിതാപം മുഴുവനും കണ്ടു തീർത്തതാകുന്ന വ്യക്തികളല്ലേ? എത്രയെത്ര പാർക്കുകൾ കണ്ടുപോയി, എത്രയെത്ര മാളുകൾ കണ്ടുപോയി, എത്രയെത്ര സൗന്ദര്യ സ്വരൂപരാകുന്ന വ്യക്തിത്വങ്ങളെ കണ്ടുപോയി, എത്രയെത്ര കണ്ണിന് കൺകുളിർമയാകുന്ന വസ്തുക്കളെ കണ്ടുപോയ വ്യക്തിത്വങ്ങളെ. ഇതൊന്നുമല്ല കാഴ്ച. ഈ ദുനിയാവിലെ സർവ്വ വസ്തുക്കളെ സൃഷ്ടിച്ചതാകുന്ന, ഈ ദുനിയാവിലെ സർവ്വ വസ്തുക്കൾക്കും സൗന്ദര്യം നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന സൗന്ദര്യ സ്വരൂപനാകുന്ന മുത്തുനബിയെ സൃഷ്ടിച്ചതായ, യൂസുഫ് നബിയെ പടച്ചതായ, സ്വർഗം കടപ്പടച്ചതായ, ഈ ഭൂമിയിലുള്ളതാകുന്ന ഹരിതാവർദ്ധമാകുന്ന സർവ്വ സ്ഥലങ്ങളെയും പടച്ചതായ, ലോകത്ത് നീ കൺകുളിർക്ക കണ്ടിട്ടുള്ളതാകുന്ന കണ്ണഞ്ചിപ്പിക്കുന്നതായ ഏതെല്ലാം വസ്തുവകകളുണ്ടോ അതിനെയെല്ലാം പടച്ചതാകുന്ന പടച്ച റബ്ബിനെ ഒന്ന് കാണാൻ അതല്ലേ നീ ആഗ്രഹിക്കേണ്ടത്? അല്ലാഹുവല്ലേ ഏറ്റവും വലിയ സൗന്ദര്യവാന്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും പടച്ചതാകുന്ന അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും സൗന്ദര്യം വമിഞ്ഞൊഴുകാൻ കൊടുത്ത അല്ലാഹു അവനല്ലേ ഏറ്റവും വലിയ സൗന്ദര്യവാൻ. അവനെയല്ലേ കാണാൻ വേണ്ടി ചെറുപ്പക്കാരാ നീ കൊതിക്കേണ്ടത്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അല്ലാഹു എന്ന സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വത്തെ ഒന്ന് കൺകുളിർക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, ഫല്യഅമൽ അമലൻ സാലിഹാ.
നിന്റെ ജീവിതത്തിൽ സുകൃതം അനിവാര്യമാണ്. നിന്റെ ജീവിതത്തിൽ നമസ്കാരം ചിട്ടവക്കൽ അനിവാര്യമാണ്. ഒരൊറ്റ നമസ്കാരം പോലും ഖളാ ആക്കാതെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുല് മുഴങ്ങിയാൽ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് നീ ആ ഒരു വക്കത്തിൽ പള്ളിയിലേക്ക് പോകൽ. ചെറുപ്പക്കാരാ, സഹോദരാ, പ്രിയപ്പെട്ട ഉപ്പ, നിന്റെ മേൽ ബാധ്യതയാണ്. ബാങ്ക് വിളിക്കുന്ന ഒരു വക്കത്തിൽ തന്നെ തലയിലെ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്ത് വീടിന്റെ അകത്തലങ്ങൾ നമസ്കാര ചിട്ടവക്കൽ പെങ്ങളെ നിനക്കുള്ള ബാധ്യതയാണ്. നോമ്പുകൾ നോറ്റ് വീടണേ, സക്കാത്തുകൾ കൊടുത്തു വീടണേ, പാവപ്പെട്ടതാകുന്ന മക്കളുടെ കണ്ണീരപ്പണേ, നിരാലംബർക്ക് അവലംബമായി വർത്തിക്കണേ, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്ത് നിലകൊള്ളണേ. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ കൊണ്ട് നിനക്ക് മുന്നേറാൻ സാധിക്കുമോ, ഏതെല്ലാം തിന്മകൾ കൊണ്ട് പുറകോട്ട് മാറി നിൽക്കാൻ സാധിക്കുമോ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു മഞ്ഞളിപ്പിക്കാതെ, അന്യരാകുന്ന പരപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്താതെ നിന്റെ ശരീരത്തെ സ്ഫുടം ചെയ്യാൻ പെങ്ങളെ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ്. ഈ ജീവിതത്തിൽ, ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള കണ്ണ് അള്ളാഹു നൽകുകയാണ്. അത്തരത്തിൽ പടച്ചറപ്പ് മാറ്റിയതാകുന്ന സാലിഹീങ്ങളുടെ ഉറൂസല്ലേ നമ്മൾ ഈ കഴിക്കുന്നത്. അല്ലാഹു അവരോടൊപ്പം സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ചെറുപ്പക്കാരാ, സഹോദരാ, നിന്റെ കണ്ണുകൾ കൊണ്ട് ഏതെല്ലാം മോശപ്പെട്ട തലത്തിലേക്ക് നീ നോക്കിപ്പോയി. ഈ 60 70 വയസ്സുള്ള കാലഘട്ടത്തിൽ 30 വയസ്സുള്ളവർ എന്റെ മുന്നിലുണ്ട്, 40 ഉള്ളവരുണ്ട്, 50 ഉള്ളവരുണ്ട്, 60 ഉള്ളവരുണ്ട്, 70 എത്തിയവരുണ്ട്, 90ലേക്ക് ഊന്നിയവരുണ്ട്. ഇതിനേക്കാൾ കുറഞ്ഞ പ്രായമുള്ള ചെറുപ്പക്കാരികളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, സഹോദരാ. നിന്റെ ജീവിതത്തെ നന്മ ചെയ്യാതെ മോശമാകുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് നീ നടന്നു നീങ്ങിയെങ്കിൽ, നിന്റെ കൂട്ടുകാരൻ മോശമാണ് എങ്കിൽ, അവൻ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ് എങ്കിൽ, നാളെ ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ, അള്ളാഹുവിന്റെ തിരുസമക്ഷത്തിലേക്ക് എത്തുമ്പോ 3000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന മുന്നിൽ നിർത്തി കത്തിച്ചരിക്കുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ദുനിയാവിൽ അക്രമം ചെയ്തതാകുന്ന ആളുകൾ അവർ വിളിച്ചു പറയുകയാണ് വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീലാ യാ വൈലതാ ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ്. 3000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നതായ മഹ്ശറ, ലോക ജനത മുഴുവനും വിറങ്ങലിച്ചു കൊള്ളുന്ന മഹ്ശറ. സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും സച്ചരിതരും സൽവൃത്തരാകുന്ന സാലിഹീങ്ങളും ഈ ലോകത്ത് തിന്മ ചെയ്തതാകുന്ന ആളുകളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്ന ജനകോടികളും എല്ലാ
പടച്ചറപ്പിന്റെ മുന്നിൽ പഞ്ചപുഷ്പം മുടക്കിക്കൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് ഈ ദുനിയാവിലെ തെറ്റുകളിലേക്ക് നിരന്തരമായി പോയവനെ അവൻ നാളെ ആഖിറത്തിൽ കൈകടിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ നാശമേ, എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, എന്റെ പ്രയാസമേ, ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ, എത്ര നന്നായിരുന്നു അല്ലാ. ദുനിയാവിൽ എനിക്ക് കൂട്ടുകെട്ടവനായിരുന്നു. അവൻ കള്ളു കുടിക്കുന്നവനാണ്, അവൻ സിനിമാ തിയേറ്ററിലെ കൊണ്ടുപോയവനാണ്, അവൻ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ എനിക്ക് വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്ത് നൽകിയവനാണ്. ഇന്നാലിന്ന പെണ്ണുമായി ഞാൻ ചങ്ങാത്തം പുൽകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. അവളുമായി ഞാൻ ബന്ധപ്പെട്ടു പോയ അല്ലാ. ഫോൺ വിളിയിലൂടെ തുടങ്ങിയ ബന്ധമാണ്, അത് വാട്സാപ്പിന്റെ ചാറ്റിങ്ങിലൂടെ നിലകൊള്ളുകയാണ്. പിന്നെ അവളെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. വാട്സാപ്പിന്റെ വീഡിയോ കോളായി, ടെലഗ്രാമിലൂടെ പല മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. അശ്ലീല ചുവയുള്ള സംസാരങ്ങളായി, ശാരീരികമാകുന്ന ബന്ധപ്പെടലുകളായി, വ്യഭിചാരത്തിലേക്ക് പോകലായി, ഹറാമാകുന്ന നോട്ടം നോക്കലായി, ഹറാമാകുന്ന തലത്തിലേക്ക് കാതുകളെ കൊണ്ടുപോയവനാണ്. എന്റെ കൈ കൊണ്ട് ഹറാമ് പിടിച്ചിട്ടുണ്ട് റബ്ബേ, എന്റെ കാലുകൾ കൊണ്ട് ഹറാമ് നടന്നിട്ടുണ്ട് അല്ലാ. എന്റെ ഹൃദയം കൊണ്ട് ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ചിന്ത കൊണ്ടുപോയ അല്ലാ. യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ആഖിറത്തിൽ വെച്ചുകൊണ്ട് വിലപിക്കുകയാണ്. മഹ്ശറിയുടെ ഭീകരമാകുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിൽ മനുഷ്യൻ വിലപിക്കുകയാണ്. വിലപിച്ചിട്ട് കാര്യമില്ല, കാര്യമില്ല. ഈ ദുനിയാവിൽ എത്രയെത്ര വാദിന്റെ സദസ്സുകൾ നീ പങ്കെടുത്തവനാണ്, ഖുർആൻ കേട്ടവനാണ്, ഹദീസുകൾ വാദോരാതെ ഉലമാക്കൾ പറഞ്ഞു തന്നപ്പോ ഒരു കാതിലൂടെ കേട്ടിട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനാണ്. ഔലിയാക്കളുടെ വചനങ്ങളെ തൃണവൽഗണിച്ചവനാണ്, അമ്പിയാക്കളുടെ വചനങ്ങളെ തൃണവൽഗണിച്ചവനാണ്, സുന്നത്ത് ജമാഅത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞവനാണ്, മഹാന്മാരെ ധിക്കരിച്ചവനാണ്, മൗലിദിനെ എതിർത്തുകൊണ്ട് നടന്നവനാണ്, റാത്തീബിനെ വിമർശിച്ചുകൊണ്ട് നടന്നവനാണ്, ഖുതുബിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ്, ഹറാമായ സംസ്കാരങ്ങളെ വാരി പുണർന്നുകൊണ്ട് ജീവിച്ചവനാണ്, അന്യ പെണ്ണുമായി ചങ്ങാത്തം പുൽകിയവനാണ്, ലെസ്ബിയനായി ജീവിച്ചവളാണ്, ഗേയായി ജീവിച്ചവനാണ്, ബൈസെക്ഷലായി ജീവിച്ചവനാണ്, ക്വിയറായി ജീവിച്ചവനാണ്, ഹറാമായ നോട്ടത്തിലൂടെ കണ്ണുകളെ കൊണ്ടുപോയവനാണ്, കാതുകളെ കൊണ്ടുപോയവനാണ്, കൈകാലുകളെ ചലിപ്പിച്ചവനാണ്, ഹൃദയം പോലും പടച്ചറപ്പിലേക്ക് തിരിക്കാതെ ഈ സദാസമയവും സിനിമയും സീരിയലുമായി കെട്ടിപ്പടന്നുകൊണ്ട് നടന്നവനാണ്. ഹറാമായ തലത്തിലേക്ക് കൈകൾ ചലിപ്പിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ഡബ്ല്യു അടിച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ ഹറാമ കണ്ടുകൊണ്ട് നിലകൊണ്ടവളാ ഇന്ന് വിലപിക്കുകയാണ്, വിലപിക്കുകയാണ്. യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എനിക്കിന്ന കൂട്ടുകാരനുമായി ചങ്ങാത്തം വന്നതുകൊണ്ടാണ് ഈ ഹറാമായ മേച്ചിൽപ്പുറങ്ങളിലേക്കൊക്കെ ഞാൻ പോയത്. പടച്ചറപ്പേ, എന്നെയൊന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെയൊന്ന് കരകയറ്റണേ റബ്ബേ. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അവനെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് വിലപിക്കുകയാണ്. ലഖദ് അളല്ലനീ അനിൽ ദിക്ർ ബഅദ ഇദ് ജാഅനീ. എത്രയെത്ര ഉസ്താദുമാർ, എത്രയെത്ര ഉലമാക്കൾ, പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ വഅദ് പറഞ്ഞുകൊണ്ടവർ എനിക്ക് ഉത്ബോധനം നൽകിയതാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കി തന്നതാ. പക്ഷെ ഞാനതെല്ലാം ശ്രവിക്കാതെ തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവനാണ്, കള്ളുകുടിച്ചുകൊണ്ട് കൂട്ടുകാരുമായി ശയ്യാവലംബിയായി നടന്നവനാണ്, ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് എറുപ്പ് കണ്ടുകൊണ്ട് നടന്നവനാണ്. ഇന്നിതാ ഞാൻ പടച്ചറപ്പേ നിന്നിലേക്ക് തൗബ ചെയ്യുന്നു അല്ലാ. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن
ഖാല ഇന്നി തുബ്തുൽ ആൻ. രണ്ട് സമയങ്ങളിൽ തൗബയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. അതിലൊന്ന് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയമാണ്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അവനിതാ എല്ലാ ആഡംബര തുന്തിലമാകുന്ന ജീവിതം അവന്റെ കൺമുന്നിൽ കാണിക്കുകയാണ്. അവൻ അടിച്ചു പൊളിച്ചത് അവന്റെ സമ്പത്ത്, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ കുടുംബം, ആരും അവനോടൊപ്പം ചേർന്ന് വരുന്നില്ല. ഒരാളും അവന്റെ മരണത്തിന്റെ വേദന പങ്കിടാൻ ഒരാളുമില്ല. വിലപിക്കുന്ന സന്ദർഭമാ. ആ സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, അല്ലാ, തെറ്റുപറ്റിപ്പോയ അല്ലാ, ഒരുപാട് ഹറാമായ പ്രവർത്തനങ്ങളിൽ ഞാൻ ചെയ്തു പോയവനാണ്, എത്തിപ്പെട്ടവനാണ്. ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്നു അല്ലാ. ഖാല ഇന്നി തുബ്തുൽ ആൻ. ഞാനിതാ തൗബ ചെയ്യുന്നു അല്ലാ. ആ സമയത്തുള്ളവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സാ ഇദാ ജാഅ അജലുഹാ. അവസാന സമയത്തിലേക്ക് എത്തിയാൽ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയാൽ പിന്നെ ദുനിയാവിലേക്ക് മടക്കമില്ല. 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഞാനൊന്ന് തിരിച്ചു പോയിക്കോട്ടെ അല്ലാ, ഞാൻ പാവങ്ങളുടെ കണ്ണീരപ്പെട്ടെ, ഞാൻ ദീനിനെ സഹായിക്കട്ടെ, ഞാൻ ദീനി സ്ഥാപനങ്ങൾക്ക് സഹായിയായി വർത്തിക്കട്ടെ, ഞാൻ ആലിമീങ്ങളെ സഹായിക്കട്ടെ, ഞാൻ മുത്തഅല്ലിമീങ്ങളായി നിലകൊള്ളട്ടെ, ദീനിന്റെ കാവൽ പടനായി ഞാൻ നിലകൊള്ളട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാ. എന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരിക്കൊടുക്കാൻ റെഡിയാണ്, എന്റെ കാതിൽ കിടക്കുന്ന കമ്മൽ ഊരിക്കൊടുക്കാൻ റെഡിയാണ്, എന്റെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ ഞാൻ ദീനിന് വേണ്ടി കൊടുക്കാൻ റെഡിയാണ്, എന്റെ കാലിൽ കിടക്കുന്ന പാദസരം കൊടുക്കാൻ റെഡിയാണ്, എന്റെ സമ്പത്തിൽ നിന്ന് ഭൂരിഭാഗവും ഞാൻ ദീനിന് വേണ്ടി കൊടുക്കാൻ റെഡിയാണ്. റബ്ബേ, എന്നെ ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വിടണേ അല്ലാ എന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും അല്ലാഹു നിന്നെ തിരിച്ചു വിടില്ല, തിരിച്ചു വിടില്ല. ഇതേപോലെ തന്നെയാണ് മഹ്ശറ. അവിടെ എത്തിക്കൊണ്ട് നീ എത്ര വിലപിച്ചിട്ടും കാര്യമില്ല, ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. കല്ലാ ഇന്നഹാ ലളാ. മഹ്ശറയിൽ കടന്നുകൊണ്ട് വിലപിക്കുന്നവരോട് അല്ലാഹു പറയുന്ന രംഗം ഖുർആൻ പറയുകയാണ്, വേണ്ടടാ, വേണ്ടടാ, ഈ ദുനിയാവിൽ നിനക്ക് നാം വയസ്സ് നൽകിയില്ലേ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. 40, 50, 60, 70 വയസ്സ് വരെ നിനക്ക് നാം തർബിയത്ത് നടത്തിക്കൊണ്ട് ആലിമീങ്ങളെ നൽകിയില്ലേ? സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ നൽകിയില്ലേ? ഉമർ ഉസ്താദ് നിനക്ക് തർബിയത്ത് നൽകിയില്ലേ? അതീഖ് ഉസ്താദ് നിനക്ക് തർബിയത്ത് നൽകിയില്ലേ? സമുന്നതരാകുന്ന സാദാത്യങ്ങൾ നിനക്ക് തർബിയത്ത് ചെയ്തില്ലേ? അഷ്റഫ് ഉസ്താദ് നിനക്ക് തർബിയത്ത് ചെയ്തില്ലേ? എന്തുകൊണ്ട് എന്താണ് നീ നന്നാവാതിരുന്നത്? എന്തുകൊണ്ടാണ് നീ നന്നാവാതിരുന്നത്? അതുകൊണ്ട് നിനക്കിനി ഒരു മടക്കമില്ല. കല്ലാ ഇന്നഹാ ലളാ. ആ കാണുന്നത് ലളാ എന്ന നരകമാണ്. ഇനി ഒരിക്കലും നിനക്കൊരു തിരിച്ചു പോക്കില്ല, ഇനി ഒരു മടക്കമില്ല. ഇനി നിന്റെ മടക്കമാ ലളാ എന്ന് പറയുന്ന നരകത്തിലേക്കാണ്. നസാഅതൽ ലിശവാ. നിന്റെ തലയുടേതാകുന്ന മൂർധാവ് കരിച്ചു കളയുന്ന നരകമാണ് ലളാ എന്ന് പറയുന്ന നരകം. നസാഅതൽ ലിശവാ. തൃശൂർ ടൗണിലൂടെ നീ സഞ്ചരിക്കുമ്പോ നിനക്കിതാ അറേബ്യൻ കുഴിമന്തിയുടെ ബോർഡുകൾക്കൊപ്പം നിനക്ക് കാണാൻ സാധിക്കുന്ന ശവായ് എന്ന പദം എവിടുന്നാണടാ കിട്ടിയത് എന്ന് പഠിച്ചു വെക്കണേ. ആ ചില്ലിൻ കൂട്ടിൽ വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിച്ചെടുക്കുന്നത് നീ കണ്ടിട്ടില്ലയോ? ചുട്ടെടുക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ആ ശവായ് എന്ന പദം ആദ്യമായി പറഞ്ഞത് അള്ളയാണ്, അള്ളയാണ്. നസാഅതൽ ലിശവാ. നിന്റെ
തലച്ചോറ് അല്ലാഹു കരിച്ചെടുക്കുകയാണ്, അല്ലാഹു പൊരിച്ചെടുക്കുകയാണ്. നാളെ ആഖിറത്തിൽ നിനക്ക് നൽകുന്ന ശിക്ഷയാണ്. നഊദു ബില്ലാഹ് തദ്ഉ മൻ അദ്ബറ വതവല്ല. പിറകോട്ട് മാറുകയാണ് ജനങ്ങൾ, പേടിച്ചകലുകയാണ് ജനങ്ങൾ. 3000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിന്റെ തീജ്വാലകൾ തർമീ ബിശറരിൻ കൽ ഖസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. ഒട്ടകത്തിൻ്റെതാകുന്ന മുഴുത്ത ഒട്ടകത്തിന്റെ, മഞ്ഞ ഒട്ടകത്തിന്റെ തീജ്വാലകൾ പോലെ വിശാലമാക്കപ്പെട്ട തീജ്വാലകൾ. ആ നരകത്തിൻ്റെതാകുന്ന തീക്കൊള്ളികൾ, പുറത്തേക്ക് തീക്കനകൾ വരുന്നത് കണ്ടുകൊണ്ട് ജനങ്ങൾ പിറകോട്ട് മാറുമ്പോ ലളാ എന്ന് പറയുന്ന നരകം മനുഷ്യനെ അടിപ്പിക്കുകയാണ്. തദ്ഉ മൻ അദ്ബറ വതവല്ല. പിറകോട്ട് മാറിയവരോട് പറയുകയാണ്, വരുക, നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ നിസ്കരിക്കാതെ നിലകൊണ്ടവരല്ലേ, നോമ്പ് പിടിക്കാതെ നിലകൊണ്ടവരല്ലേ, സക്കാത്ത് കൊടുക്കാതെ നിലകൊണ്ടവരല്ലേ, ഹജ്ജ് ചെയ്യാതെ നിലകൊണ്ടവരല്ലേ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിലകൊണ്ടവരല്ലേ, നിരാലംബര കവലംബമാകാതെ നിലകൊണ്ടവരല്ലേ, അമ്പിയാക്കളെ സ്നേഹിക്കാതെ നിലകൊണ്ടവരല്ലേ, ഔലിയാക്കളുടെ മദത് വെക്കാതെ നിലകൊണ്ടവരല്ലേ, അവർക്കെതിരിൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച വക്താക്കളല്ലേ, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ കല്ല് കുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയല് കണ്ട് റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് അർദ്ധനഗ്നരായി അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയവരല്ലേ. തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഔആ. ആർക്കും കൊടുക്കാതെ സമ്പത്ത് പിടിച്ചു വെച്ചവരല്ലേ, ദീനിനു വേണ്ടി കൊടുക്കാതെ സമ്പത്ത് പിടിച്ചു വെച്ചതാകുന്ന ആളുകളല്ലേ. കടന്നു വരുക, നിനക്കാണ് ഈ ലളാ എന്ന് പറയുന്ന നരകമുള്ളതെന്ന് നരകം പറഞ്ഞുകൊണ്ട് വിളിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, തൃശ്ശൂരിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് ഖുർആനാണ്. മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്, നാളെ മഹ്ശറ യാഥാർത്ഥ്യമാണ്, അവിടെയുള്ള സംഭവ വികാസങ്ങൾ യാഥാർത്ഥ്യമാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണമോ? ഈ കുറഞ്ഞ കാലഘട്ടമാകുന്ന ജീവിതത്തിൽ ജീവിതമൊന്ന് ചിട്ടവെച്ച് ജീവിക്കണേ. ഔലിയാക്കളെ സ്നേഹിച്ച്, അമ്പിയാക്കളെ ആദരിച്ച്, ദീനിന്റെ ശിആറുകളെ മുറുകെ പിടിച്ച്, നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് 60-70 വയസ്സ് അല്ലാഹു നൽകിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ. അതിനുവേണ്ടി പ്രയത്നിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സാലിഹീങ്ങളിൽ ചേർക്കുമാറാവട്ടെ. സ്വർഗത്തിൽ അല്ലാഹു ബഹുമാന്യരാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, തൃശ്ശൂരിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് ഖുർആനാണ്. മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്, നാളെ മഹ്ശറ യാഥാർത്ഥ്യമാണ്, അവിടെയുള്ള സംഭവ വികാസങ്ങൾ യാഥാർത്ഥ്യമാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണമോ? ഈ കുറഞ്ഞ കാലഘട്ടമാകുന്ന ജീവിതത്തിൽ ജീവിതമൊന്ന് ചിട്ടവെച്ച് ജീവിക്കണേ. ഔലിയാക്കളെ സ്നേഹിച്ച്, അമ്പിയാക്കളെ ആദരിച്ച്, ദീനിന്റെ ശിആറുകളെ മുറുകെ പിടിച്ച്, നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് 60-70 വയസ്സ് അല്ലാഹു നൽകിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ. അതിനുവേണ്ടി പ്രയത്നിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സാലിഹീങ്ങളിൽ ചേർക്കുമാറാവട്ടെ. സ്വർഗത്തിൽ അല്ലാഹു ബഹുമാന്യരാകുന്നു.